ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, സേ ആൻഡ് ടെൽ ബിറ്റ്വീൻ ഡിഫറൻസ്. സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറയുക എന്നാണ്, ടെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറയുക എന്നാണ്. അപ്പം നമ്മൾ ഈ സെന്റൻസ് ചില സിറ്റുവേഷനിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുമല്ലോ, ആ സമയത്ത് ഒരുപാട് പേര് തെറ്റിച്ചിട്ടാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വ്യത്യാസം ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. നമുക്കത് സിമ്പിളായ രീതിയിലൊന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോ ഈ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നാണ്. ഈ സേ എന്ന് പറയുമ്പം നമ്മളെ കേൾക്കാൻ ഒരാളില്ലാതെ നമ്മൾ അങ്ങോട്ട് പറയുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു, അവൾ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ. നമ്മൾ പറഞ്ഞത് നേരിട്ടല്ലാത്തൊരു സിറ്റുവേഷൻ, ആ സമയത്താണ് നമ്മൾ സേ എന്ന് യൂസ് ചെയ്യുന്നത്. ഹേ സെഡ് അല്ലേ. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഈ സേ കഴിഞ്ഞ ഉടനെ നമ്മൾ വേർഡ് ചേർക്കണം. വേർഡ് ചേർക്കണം, ഒരു പേഴ്സണെ ചേർക്കരുത്. അതായത് ഹേ സെഡ് ദാറ്റ് ഓർ ഹേ സെഡ് ഇറ്റ്. അങ്ങനെ ഹേ സെഡ് ഇറ്റ്, ഹേ സെഡ് ദാറ്റ്, അങ്ങനെ സേ കഴിഞ്ഞതിന് ശേഷം ഒരു വേർഡ് നമ്മൾ ചേർക്കുക. ഇനി ടെല്ലിന്റെ സിറ്റുവേഷനിലോട്ട് വരികയാണെങ്കിൽ, ടെല്ല് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു പേഴ്സൺ ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ടെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് പറയുന്നതാണ്. നേരിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ പറയാണ്. നമ്മൾ പറയുന്ന ആ സ്പോട്ട് തന്നെ കേൾക്കാനായിട്ടും ആ വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ടെല്ലിന്റെ ഒരു വ്യത്യാസം. സേ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ ആളില്ലാതെ നമ്മൾ പറയാം, പച്ച മലയാളത്തിൽ അങ്ങനെ പറയാം. എന്നാല് ടെൽ എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സണോട് നേരിട്ട് പറയുക, ഒരു വ്യക്തിയോട് നേരിട്ട് പറയുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം ഹേ ടോൾഡ് ടു മീ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ടോൾഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ടുവോ ഇറ്റോ ദാറ്റോ ഒന്നും ചേർക്കാൻ പാടില്ല. നേരെ നമ്മളെ പേഴ്സൺ, വ്യക്തിയെയാണ് കൊണ്ടുവരേണ്ടത്. അതായത് ടോൾഡ് മീ അല്ലെങ്കിൽ ടോൾഡ് ഹെർ, ടോൾഡ് ഹിം എന്ന് വേണം പറയാനായിട്ട്. അപ്പോ സേ ആണ് നമ്മൾ ചേർക്കുന്നത് എങ്കിൽ നമ്മൾ എന്താ, ഹേ സെഡ് ദാറ്റ് മീ, ഹേ സെഡ് ദാറ്റ് ഹെർ അവിടെ, അല്ലെങ്കിൽ ഹേ സെഡ് ടു ഹെർ ഇങ്ങനെ പറയണം. ഹേ സെഡ് ടു ഹെർ അല്ലേ. സേ കഴിഞ്ഞിട്ട് ഒരു വേർഡ് വേണം. ഇറ്റോ ടുവോ അല്ലെങ്കിൽ ഇപ്പം ദാറ്റോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വേർഡ് നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ പിന്നെ പേഴ്സണെ ചേർക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ പറയാണ്, അവൻ എന്നോട് സത്യം പറഞ്ഞു. ഈ ഒരു സെന്റൻസ് നോക്കൂ. അവൻ എന്നോട് സത്യം പറഞ്ഞു. ഹേ ടോൾഡ് അല്ലേ, അവൻ പറഞ്ഞു. ഹേ ടോൾഡ് ടു മീ ദ ട്രൂത്ത്. ഇവിടെ ഈ സെന്റൻസ് ശരിയാണോ? അല്ല. നമ്മളിപ്പം പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു സെന്റൻസ് ശരിയല്ലല്ലോ. ഹേ ടോൾഡ് ടു മീ ദ ട്രൂത്ത്, ഈ സെന്റൻസ് കറക്റ്റ് അല്ല. ഞാൻ ഇതിനു മുമ്പേ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെന്റൻസിൽ ഒരുപാട് പേര് തെറ്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് എന്നോട് ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെന്റൻസിൽ പറയുന്നത് അവൻ എന്നോട് സത്യം പറഞ്ഞു. ഇവിടെ നേരിട്ട് ഒരു പേഴ്സൺ പറയാണ്. സോ നമ്മളിവിടെ ഹേ ടോൾഡ് ടു മീ എന്ന് പാടില്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഹേ ടോൾഡ് മീ, ഹേ ടോൾഡ് മീ ദ ട്രൂത്ത്, ടോൾഡ് മീ ദ ട്രൂത്ത് എന്നുള്ളതാണ് കറക്റ്റ്. ഇനി ഇതേ ഒരു സെന്റൻസ് നമ്മൾ ഇങ്ങനെ പറയാണ്, ഹേ സെഡ്, ഹേ സെഡ് അല്ലേ. ഹേ സെഡ് അവൻ പറഞ്ഞു. ഇവിടെ നമുക്ക് വേറൊരു ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഹേ സെഡ് ദ ട്രൂത്ത്, പിന്നെ വേർഡ് അങ്ങോട്ട് യൂസ് ചെയ്താൽ മതി. ഹേ സെഡ് ദ ട്രൂത്ത്, അവൻ സത്യം പറഞ്ഞു. ഇത്രയും മതി. സെഡ് കഴിഞ്ഞ ഉടനെ നമുക്ക് വേർഡ്സ് വേണം. അവിടെ പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പേഴ്സണെ ചേർക്കരുത്. ഇവിടെ ഒരു പേഴ്സൺ ഇല്ലല്ലോ. ഹേ സെഡ് അവൻ പറഞ്ഞു ദ ട്രൂത്ത്, സത്യം പറഞ്ഞു. അവൾ നാളെ വരാം എന്ന് പറഞ്ഞു. അവൾ നാളെ വരാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് അവൾ പറഞ്ഞ കാര്യമാണ്, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവൾ നാളെ വരാം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ she said I will come tomorrow. അപ്പോൾ അവൾ പറഞ്ഞു
ഞാൻ നാളെ വരാമെന്ന്, അല്ലേ? ഇത് അവൾ പറഞ്ഞ കാര്യമാണ്, നേരിട്ട് പറയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷീ സെഡ്, സെഡ് കഴിഞ്ഞ പാടെ നമ്മൾ അവിടെ വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇനി പറയാറുണ്ട് നമ്മള് ഹി സെഡ് ഐ ആം ടയേർഡ്, അല്ലേ? അവൻ പറഞ്ഞു ഞാൻ ക്ഷീണിതനാണെന്ന് പറഞ്ഞു എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ നമ്മൾ നേരിട്ട് പറയല്ല, അവൻ പറഞ്ഞൊരു കാര്യം നമ്മൾ പറയാണ്, ഹി സെഡ് ഐ ആം ടയേർഡ്. അപ്പോൾ സെഡ് കഴിഞ്ഞു സെന്റൻസ് നമ്മൾ പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേ യൂസ് ചെയ്യുന്നത്. എന്നാൽ ടെൽ ആണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. നീ ആരോടും ഇത് പറയരുത്, നീ ആരോടും ഇത് പറയരുത്. ഈ പറയുന്നത് എന്താണ്? ഒരാളോട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയാം, അല്ലെ? നീ ആരോടും ഇത് പറയരുത്. ജോൺ ടെൽ എനിവൺ. ഇവിടെ ജോൺ ടെൽ കഴിഞ്ഞിട്ട് എനിവൺ എന്നുള്ള ഒരു പേഴ്സൺ, ആരോടും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ ജോൺ ടെൽ എനിവൺ about this. നീ ഇതിനെ കുറിച്ച് ആരോടും പറയരുത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ടെൽ യൂസ് ചെയ്യുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ സേ യൂസ് ചെയ്യുന്നു. അപ്പോ സേയും ടെല്ലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അതിന്റെ ഒരു സ്ട്രക്ചർ പറയാം. സേ, അതിനുശേഷം പ്ലസ് വേർഡ്, വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ്. അപ്പോൾ സേ കഴിഞ്ഞിട്ട് പിന്നെ ടു ആകാം, അല്ലെങ്കിൽ ദാറ്റ് ആകാം, അതുപോലെ എന്തെങ്കിലും ഒരു സെന്റൻസ്, ഒരു വേർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടു ആകാം, ഇങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാവും. അപ്പൊ സേ പ്ലസ് വേർഡ് പ്ലസ് അല്ലെങ്കിൽ സെന്റൻസ്, ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. മനസ്സിലാക്കുക. ടെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെൽ പ്ലസ് സം വൺ, ഒരു വ്യക്തി, അല്ലേ? ടെൽ മീ, ടെൽ ഹർ, എങ്ങനെ പറയാൻ വേണ്ടിട്ട് ടെൽ പ്ലസ് സം വൺ പ്ലസ് സംതിങ്. അപ്പോൾ ടെല്ല് കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തി, അതിനുശേഷം ഒരു വസ്തു. ഇങ്ങനെയാണ് ടെല്ലിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇനി നിങ്ങൾക്കൊരു വർക്ക് തരാം. ഇത് രണ്ടും നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഷീ ടോൾഡ് ടു മീ ടു കം ഏർലി. അവൾ പറഞ്ഞു എന്നോട് നേരത്തെ വരാൻ. അവൾ എന്നോട് നേരത്തെ വരാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പൊ എന്താണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. രണ്ടാമത്തത്, ഡിഡ് യു സേ ഹർ ടു കം ഏർലി. ഈ രണ്ട് സെന്റൻസിൽ എന്താണ് കറക്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് അവിടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതില് ചെറിയ വ്യത്യാസമുണ്ട്, അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് സേയും ടെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആകും. എങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. സേയും ടെല്ലും നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് രണ്ടും പറയുക എന്നാണല്ലോ. അപ്പൊ ഏത് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇംഗ്ലീഷിൽ വലിയ തെറ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഐ ടോൾഡ്, ഐ സെഡ്, രണ്ടും പറ്റുമല്ലോ. പക്ഷെ അത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് സേയും ടെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ പറഞ്ഞ ഉടനെ നമുക്ക് വേർഡ്സോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ പറയാം. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.